നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ സെൻസേഷണൽ കണ്ടന്റ് ആണ് എന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ കുറച്ച് റീച്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടുന്ന ഒരു രീതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ രേണു സുധിയുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് കഴിഞ്ഞ ദിവസം രേണു സുധി അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് കീമോ സ്റ്റാർട്ട് ചെയ്യുന്ന അവസ്ഥ. ആ ഒരു സമയത്ത് രേണു സുധിയോട് ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് പോലും അറപ്പ് തോന്നും. അത്രമാത്രം നീചമായിട്ടുള്ള രീതിയിലാണ് രേണുവിനോട് ചില ആളുകൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. കീമോ സ്റ്റാർട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ചികിത്സയെല്ലാം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രേക്ഷകർക്ക് മുൻപിലേക്കാണ് രേണു സുധുവിൻ്റെ ഈ പറയുന്നത് പോലുള്ള ആദരാഞ്ജലി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്. രേണു സുധിക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അറിയാത്ത പലരും ഇത് സത്യമാണ് എന്ന് കരുതി രേണുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ചകളടക്കം കാണുന്നു. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് രേണു ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ വിഷയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേണു തന്നെ രംഗത്തേക്ക് വരുന്നു. തന്നോട് ദേഷ്യമുള്ളവരാണെങ്കിൽ തന്നെ ചീത്ത വിളിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷേ ഇത്തരത്തിൽ ഹൃദയം തകർക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വരല്ലേ എന്നും തൻ്റെ മകനായിട്ടുള്ള ഋതപ്പനെയും കിച്ചുവിനെയും ഒക്കെ ആലോചിച്ചെങ്കിലും തന്നെ ഒന്ന് വെറുതെ വിടൂ എന്നും ഇത്തരത്തിൽ മൃഗീയമായിട്ട് വേട്ടയാടല്ലേ എന്നും കേണപേക്ഷിക്കുകയാണ് രേണു. നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു അസുഖമല്ല. അതിനെ അതിജീവിച്ചും പുറത്തേക്ക് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതും നിസ്സാരമല്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കണം. കാരണം അത്രമാത്രം വേദനകളിലൂടെ കടിച്ചു പിടിച്ച ഒരു വലിയ രോഗത്തോട് പൊരുതിയാണ് അവർ തിരികെ ജീവിതത്തിലേക്ക് വരുന്നത്. രേണുവിനെ സംബന്ധിച്ച് ക്യാൻസർ ആണ് എന്നുള്ള വാർത്തകൾ വന്നതിന് ശേഷം ഇപ്പോൾ പോലും രേണു കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയൊരു രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാകുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരുപാട് ആളുകളെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രേണു തനിക്ക് മുന്നോട്ട് ജീവിക്കണം, തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മുൻപിലേക്കാണ് അവരെ വിറ്റ് അന്നം തിന്നുന്ന ആളുകൾ അവരെക്കുറിച്ച് മോശമായിട്ട് വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് രേണു സുധിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് പല കണ്ടന്റുകളും ഉണ്ടാക്കിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പല കോപ്രായങ്ങളും കാണിച്ച സമയത്തൊക്കെ രേണുവിനെതിരെ പലരും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും സംസാരിക്കുന്നത് പോലെയല്ല ഇപ്പോൾ എന്തായാലും അവരെ വിറ്റ് കാശാക്കുന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പലരും അരി വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞു. പക്ഷേ ഇനി അങ്ങോട്ടെങ്കിലും അവരെ മനസമാധാനത്തോടെ ആ ചികിത്സയ്ക്ക് വിടണം എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും അവരെ മൃഗീയമായി വലിച്ചു കയറുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, അതായത് ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥ, അതാണ് നമ്മളിപ്പോൾ രേണുവിനെ കുറിച്ച് പലരും എഴുതുന്നത് കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും രേണു തന്നെ രംഗത്തെത്തി തൻ്റെ ഈ കീമോ ഒക്കെ തുടങ്ങിയ സമയത്ത് പോലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. തൻ്റെ മക്കൾക്ക് വേണ്ടിയെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊന്നും ഇടാതിരിക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥന അത് തന്നെയാണ് രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള രേണു സുധി തനിക്ക് ക്യാൻസർ ബാധിച്ചതാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് വെളിപ്പെടുത്തിയത്. ചികിത്സയ്ക്ക് പണം ആവശ്യമായതിനാലാണ് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടും സബ്സ്ക്രിപ്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ താൻ ചെയ്തത് എന്നും അന്നൊന്നും സബ്സ്ക്രിപ്ഷൻ നിർത്താതിരുന്നത് ഈ ചികിത്സയ്ക്ക് ഒരുപാട് പണമാകുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നും രേണു വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തോളമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് രേണു. പഴികൾ കേട്ടിട്ടും അവർ അവരുടേതായ ജീവിതവുമായിട്ട് നിരവധി തവണ വിവാദങ്ങൾക്കിടെ മുന്നോട്ട് പോകുന്നത് ചർച്ചകൾക്ക് ഇടവെച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ രേണുവിന് ക്യാൻസർ ആണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഊഹാപോഹങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒടുവിൽ ആ കാര്യങ്ങൾ രേണു തന്നെ സ്ഥിരീകരിച്ച് കഴിഞ്ഞ ദിവസം രംഗത്തേക്ക് വരികയായിരുന്നു. 15ാം വയസ്സിൽ വന്നൊരു മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നതെന്നാണ് രേണു പറയുന്നത്. ചികിത്സയ്ക്കായി തനിക്ക് പണം ആവശ്യമാണ് എന്നും അതാണ് തെറിവിളികൾ കേട്ടിട്ടും സബ്സ്ക്രിപ്ഷൻ പോലുള്ള കാര്യങ്ങളുമായി താൻ മുന്നോട്ട് പോയതെന്നും രേണു വെളിപ്പെടുത്തുന്നു. രേണുവിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇങ്ങനെയാണ്:
ചികിത്സയ്ക്ക് പൈസ ആവശ്യമുണ്ട്, അതുകൊണ്ട് താൻ എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെയിരുന്നു. സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. തെറികൾ കേട്ടിട്ടും അതൊന്നും കളയാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. പ്രൈവറ്റ് ആശുപത്രിയിൽ വെച്ച് ഈ കാര്യം അറിഞ്ഞതിന് ശേഷമാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്തു തുടങ്ങിയത്. തുടക്ക സമയമായിരുന്നു അത്. എന്നെങ്കിലും ചികിത്സ ആവശ്യമാണെന്ന് തനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. വീട്ടുകാരുടെ എത്ര നാൾ മറച്ചു വെക്കും? എന്നാലും ആവശ്യം വരും. അന്നും നമുക്കാരും ഒന്നും കൊണ്ടുതരുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാവുന്ന വരുമാനം സബ്സ്ക്രിപ്ഷൻ ആയാലും യൂട്യൂബ് ആയാലും അതുമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു താൻ ആഗ്രഹിച്ചത്. അതൊരു വരുമാനമായാണ് താൻ കണ്ടത്. പിന്നെ ആൽബങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. താൻ ഡൗൺ ആകില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെയാണ് രേണു പറയുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രേണുവിനെതിരെയുള്ള ഹെയ്റ്റ് കമൻസ്, ഹെയ്റ്റേഴ്സ് കുറയുകയും സ്വാഭാവികമായിട്ടും രേണുവിന് ഒപ്പം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കിച്ചുവിൻ്റെ ഒരു സ്വീകാര്യത കുറയുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കിച്ചുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കിച്ചുവിനെ വിമർശിക്കുന്നവരുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത്. അതായത് രേണുവിനെ പോയി കാണാത്തത് എന്തുകൊണ്ടാണ് കിച്ചു എന്ന തരത്തിൽ കിച്ചുവിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നു. രേണു തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരമാണ് കിച്ചു ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. വിവരമറിഞ്ഞിട്ടും കിച്ചു ഇതുവരെയും തന്നെ വിളിച്ചില്ല എന്നുള്ള രേണുവിൻ്റെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ അത്തരത്തിൽ ചർച്ചകൾക്ക് ഇടം വെച്ചത്. എന്നെ ഇതുവരെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഋതപ്പനെ പുറത്തു കൊണ്ടുപോകുന്നു എന്നത് പറയാൻ വിളിക്കാറുണ്ടോ, അറിഞ്ഞോ ഇല്ലയോ എന്നതൊന്നും തനിക്കറിയില്ല. സത്യമാണോ എന്ന് പോലും അവൻ വിളിച്ചു ചോദിച്ചിട്ടില്ല എന്നാണ് കിച്ചുവിനെ കുറിച്ച് ഈ രോഗകാര്യവുമായി സംസാരിക്കുമ്പോൾ രേണു പറഞ്ഞത്. തനിക്ക് ജീവിക്കണം, നന്നായി തന്നെ കുറച്ച് നാൾ കൂടെ ജീവിക്കണം. എന്നെ ക്യാൻസർ തിന്നരുത്, അതായത് എന്നെ ക്യാൻസർ കീഴ്പ്പെടുത്തരുത്, ഞാൻ അതിനെ കീഴ്പ്പെടുത്തണം. അതിന് എല്ലാവരുടെയും പ്രാർത്ഥന വേണം. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥനയും എന്നെ സ്നേഹിക്കാത്തവരുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേണുവിൻ്റെ ഒരു പ്രസ്താവന. അതായത് കിച്ചു ഈ അടുത്തൊരു ലൈവ് ഇട്ടിരുന്നു. ആ ലൈവിൽ കിച്ചു പറയുന്നത് താൻ കണ്ട ഒരമ്മയല്ല രേണു എന്നുള്ളതാണ്. തൻ്റെ യഥാർത്ഥ അമ്മ തന്നെ ഇട്ടിട്ട് പോയ സമയത്ത് അച്ഛൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയെ, തന്നെ ഒരുപാട് കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന അടിസ്ഥാനത്തിലൊക്കെയാണ് രേണുവിനെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് താൻ കൊണ്ടുവരാൻ സമ്മതിച്ചതെന്നും പക്ഷേ പിന്നീട് കാലക്രമേണ രേണുവിൻ്റെ സ്വഭാവങ്ങൾ മാറി, താൻ ഒറ്റപ്പെടുന്ന അവസ്ഥയിലായി. അതുകൊണ്ടാണ് താൻ തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക്, കൊല്ലത്തെ വീട്ടിൽ നിന്ന് മാറിയത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചു ഒരു ലൈവ് ഇട്ടിരുന്നു. അതിനുശേഷം ഈ കിച്ചുവും രേണുവും തമ്മിൽ വലിയ സംസാരമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോൾ രോഗകാര്യങ്ങൾ വാർത്തകൾ പുറത്തു വന്നപ്പോൾ പോലും കിച്ചു തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്നാണ് രേണു പറയുന്നത്. പക്ഷേ ഇതോടുകൂടെ കിച്ചുവിനെതിരെയുള്ള ഹേറ്റ് കമൻസ് കൂടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത് കിച്ചു ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. കിച്ചുവിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പുറത്തു വന്നത്. അപ്പോൾ ആ ബ്രാൻഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയ്ക്ക് താഴെ പോലും കിച്ചുവിനെയും രേണുവിനെയും കുറിച്ചുള്ള സംസാരങ്ങളും ചർച്ചകളുമാണ് നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കിച്ചു സുധിയുടെ പുതിയ വീഡിയോയ്ക്ക് താഴെ രേണുവിനെ ചെന്ന് കാണണമെന്നുള്ള നിരവധി ഉപദേശ കമൻറ്റുകളാണ് ആരാധകർ രേഖപ്പെടുത്തുന്നത്. അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു. സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനായ കിച്ചുവിനെ സ്വന്തം മകനെ പോലെയാണ് രേണു വളർത്തിയിരുന്നത്. സമീപകാലത്താണ് രേണുവും കിച്ചുവും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. തൻ്റെ ബ്രാൻഡിൻ്റെ പുതിയ ഡിസൈനിലുള്ള ടീഷർട്ട് പരിചയപ്പെടുത്തുന്ന വീഡിയോയ്ക്ക് താഴെ പോലും ഇതോടുകൂടെ രേണുവിനെ ചെന്ന് കാണണമെന്നുള്ള കിച്ചുവിനോടുള്ള അഭ്യർത്ഥനകളാണ് കമൻറ്റുകളിൽ. മോനെ കാണാൻ പോകണം, തീർച്ചയായും രേണു അമ്മയെ, അമ്മ എന്തിന് ഇതൊക്കെ ചെയ്തു എന്നതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു എന്നും നീ പോയി കാണണമെന്നും കമൻറ്റ്. ഇനി നിന്നെ പ്രസവിച്ച അമ്മയുടെ സ്വഭാവം കാണിക്കാതെ നിന്നെ ചേർത്ത് പിടിച്ച അമ്മയുടെ അരികിൽ ചെല്ലുക. നാളെ എന്നത് നമ്മുടെ ആഗ്രഹം മാത്രമാണ്, അത് മനസ്സിലാക്കി അമ്മയെ പോയി ഒന്ന് കാണൂ മോനെ എന്നാണ് ചിലർ കുറിക്കുന്നത്. നിനക്ക് ദൈവം അനുഗ്രഹം ഉണ്ടാകുമെന്നും അമ്മ നിന്നെക്കുറിച്ചൊക്കെ ആലോചിച്ച് വേദനിക്കുന്നുണ്ടാകുമെന്നും നിന്റെ സ്വന്തം അമ്മ നോക്കാത്ത അവസ്ഥയിൽ പോലും നിന്നെ നോക്കിയിരുന്നതല്ലേ ആ രേണു എന്നും അവർ നിന്നെ നോക്കിയിട്ടല്ലേ അവർ പോയി ഇങ്ങനെയൊക്കെ എത്തിയത് എന്നും
അതുകൊണ്ട് തന്നെ അവരെ പോയി കാണണമെന്നുമൊക്കെയാണ് കിച്ചുവിനോട് ചിലർ പറയുന്നത്. കിച്ചു സൂപ്പർ ഡാ മോനെ, നീ അമ്മയെ കാണാൻ പോകാൻ മറക്കല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ വേറെ. കിച്ചു മോനെ അമ്മയെ പോയി കാണണേ ഡാ, മനുഷ്യൻ്റെ അവസ്ഥയാ പറയാൻ പറ്റത്തില്ല, എപ്പോഴാ എന്താ സംഭവിക്കുകയാണ് എന്ന് തുടങ്ങി നിരവധി കമൻറ്റുകളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കിച്ചു ഇതിലൊരു നിലപാട് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊന്നും ഇതുവരെ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം രേണു വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ ഒരു രോഗം അറിഞ്ഞതിന് ശേഷവും മുന്നോട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എൻ്റെ പ്രേക്ഷകരോട് എല്ലാം പറയാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് രേണു തന്നെ നേരിട്ടെത്തിയാണ് തൻ്റെ രോഗവിവരം പ്രേക്ഷകരെ ആരാധകരെ ഒക്കെ അറിയിച്ചത്. കേട്ടത് ശരിയാണ്, തനിക്ക് ക്യാൻസറാണ്. ചിലർ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ദുബായിൽ വെച്ച് രേണുവിന് ക്യാൻസർ സ്ഥിരീകരിച്ചു തുടങ്ങിയിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ, അതെല്ലാം തെറ്റാണ്. പക്ഷേ സത്യം മറ്റൊന്നാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു രേണുവിൻ്റെ പ്രതികരണം. 16 വർഷം മുൻപാണ് തനിക്ക് 15 വയസ്സുള്ള സമയത്ത് സ്തനത്തിലെ മുഴ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. അന്ന് അതിന് നിറവ്യത്യാസം വന്നപ്പോഴും താൻ കാര്യമാക്കിയിരുന്നില്ല, വീട്ടിലും പറഞ്ഞിരുന്നില്ല. അക്കാലത്ത് അപ്പൻഡിക്സ് ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നതിനാൽ സർജറിയോടുള്ള ഭയം കാരണം മുഴയുടെ കാര്യം അത്ര ഗൗരവമാക്കി എടുക്കുകയും ചെയ്തില്ല. സൂചി കുത്തുന്നത് പോലും പേടിയായിരുന്നതിനാൽ മുഴ ഓപ്പറേഷൻ ചെയ്ത് നീക്കാൻ മടിച്ചു. അന്ന് ബയോപ്സി ചെയ്ത ഡോക്ടർ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ഭാവിയിൽ ഇത് പ്രശ്ന സാധ്യതയായി മാറും എന്നുള്ള സൂചനകൾ നൽകിയിരുന്നു. വേദനയില്ലാത്ത മുഴയായതിനാലാണ് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് എന്നും ദുബായിൽ വെച്ചാണ് അസുഖം കണ്ടുപിടിച്ചത് എന്ന വാർത്ത തെറ്റാണെന്നും രേണു അറിയിച്ചു. അങ്ങനെയല്ല സംഭവം. സുധിയുടെ വേർപാടിന് ശേഷം സ്തനത്തിന്റെ ആകൃതിയിൽ വ്യത്യാസം തോന്നിയതോടെയാണ് വീണ്ടും ഡോക്ടറെ പോയി കണ്ടത്. ഒറ്റയ്ക്ക് പരിശോധനയ്ക്ക് പോവുകയായിരുന്നു. സ്കാനിങ്ങും മാമോഗ്രാമിനും ശേഷം നടത്തിയ ബയോപ്സിയിലാണ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. ആ വാർത്ത കേട്ടപ്പോൾ കരയാൻ പോലും കഴിയാത്ത അവസ്ഥ. വീട്ടുകാർ വിഷമിക്കേണ്ടതില്ല എന്ന് കരുതി ആരോടൊന്നും പറഞ്ഞില്ല. പിന്നീട് എൻ്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് മാനേജർ കരിഷ്മ കാര്യങ്ങൾ ചോദിച്ചത്. കരിഷ്മയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ അന്വേഷിച്ചത്. ഇതേ തുടർന്ന് പരുമല ആശുപത്രിയിൽ പെറ്റ് സ്കാൻ ചെയ്യാൻ പോയ സമയത്ത് രോഗവിവരം പുറത്ത് വരുന്നു. രേണുവിനെ കുറിച്ചുള്ള വാർത്തകൾ എല്ലാം യാഥാർത്ഥ്യം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയായിരുന്നു. നിരവധി ആരാധകരും സുഹൃത്തുക്കളും ഈ വിവരം അറിഞ്ഞതോടെ രേണുവിന് പിന്തുണയുമായിട്ട് പ്രാർത്ഥനയായിട്ടും വരുന്നു. എന്തായാലും വളരെ പോസിറ്റീവായിട്ടാണ് രേണു ഈ അവസ്ഥയെയും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഒരിക്കലും കരയില്ല, കരഞ്ഞാൽ എന്നെപ്പോലെ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ താൻ മാതൃകയാകണമെന്നാണ് രേണു ആഗ്രഹിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് താൻ ശക്തമായി തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം രേണുവിനുണ്ട്. തനിക്ക് സിനിമ ഓഫറുകളൊക്കെ വന്നു, പക്ഷെ തിരിച്ചു വന്നതിന് ശേഷം ആ സിനിമയിലൊക്കെ പോകണം എന്നുള്ളതാണ് ആഗ്രഹം. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയാണ്. എന്തായാലും കീമോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും രേണു ഇതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. താൻ അതിജീവിച്ച് മുന്നോട്ട് വരും എന്നുള്ള ഒരു പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അതേസമയം കഴിഞ്ഞ ദിവസം കീമോ തുടങ്ങുന്നു എന്നും രേണു അറിയിച്ചിട്ടുണ്ട്. ഹാർട്ടിൻ്റെയും ലിവറിൻ്റെയും ഫങ്ഷൻസ് എല്ലാം ശരിയാണ് എന്ന് കാണിക്കുന്ന ഫിറ്റ്നസ് ടെസ്റ്റ് അടക്കം എടുക്കേണ്ടതുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു കഴിഞ്ഞു. എല്ലാം ഓക്കെ. കീമോ ചെയ്യാനുള്ള പിക് ലൈൻ ഇട്ട് കഴിഞ്ഞു. ഉടൻ തന്നെ കീമോ സ്റ്റാർട്ട് ചെയ്യും. വേദനയാണ്, എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് ഏറ്റവും ഒടുവിൽ രേണു പങ്കുവച്ചിരുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നത്. പോസ്റ്റിന് താഴെ രേണുവിനെ ആശ്വസിപ്പിച്ചും രേണുവിനെ പ്രാർത്ഥിച്ചും ഒരുപാട് കമൻറ്റുകളും ഉണ്ട്. എല്ലാം ശരിയായി ഇതേ ചിരിയോടെ തിരിച്ചു വരണം എന്നുള്ള ആശംസയാണ് പല ആരാധകരും കുറിക്കുന്നത്.